ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുക്കറിൽ നല്ല അടിപൊളിയായിട്ട് എഗ് ബിരിയാണി ഉണ്ടാക്കാം. ഈസി സ്റ്റെപ്പായിട്ട് ഒരു ഹൈദരാബാദി എഗ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ 3 കപ്പ് അരി എടുത്ത് കുതിർന്ന് വെക്കുക. അതൊരു 15-20 മിനിറ്റെങ്കിലും വെക്കണം. ഞാൻ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ജീര റൈസ് അല്ലെങ്കിൽ ബാസ്മതി എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം. ഇനി കുക്കറിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. ഫസ്റ്റ് ഗരം മസാല ഇടുക. അതിൽ 2 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു കറുവപ്പട്ട, ഒരു കറുവ ഇല, പിന്നെ ഒരു സ്റ്റാർ നീസ്. ഇത് ഇച്ചിരി ഫ്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ നമ്മൾ പെരിഞ്ചീരകം ഇടാം. പിന്നെ നമ്മൾ ഒരു 2 മീഡിയം സൈസിൽ സവോള അരിഞ്ഞ് വെച്ച് അത് ഇട്ടാൽ അത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ സവോള ഫ്രൈ ചെയ്യണം. ഒരു ഇച്ചിരി ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റിൽ നമ്മൾ സവോള നല്ലപോലെ ഫ്രൈ ആയി കളറെല്ലാം മാറി ഇച്ചിരി ബ്രൗണിഷ് കളറായി മാറും. ആ ടൈമിൽ നമുക്ക് അരയ്ക്കാൻ എന്തൊക്കെ ഉണ്ടെന്ന് അത് നോക്കാം. അതിന് ആദ്യം ഒരു മിക്സി ജാർ എടുക്കുക. അതിൽ ഒരു 8-10 നമ്മൾ വെളുത്തുള്ളി ഇടുക, ഒരു ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണം, ഒരു 2 പച്ചമുളക്, ഒരു തക്കാളി. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി പുതിന, ഇച്ചിരി മല്ലിയില ഇടുവാണ്. പുതിന മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വെറുതെ അരച്ച് സൈഡിൽ വെച്ചേക്കുക. ഇനി സവോള ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മസാല ഇടുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 20-30 സെക്കൻഡ്സ് അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഇതിൽ നമ്മൾ ഇച്ചിരി ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല എന്ത് നിങ്ങളുടെ കയ്യിലുണ്ട് അത് ഇട്ടാൽ മതി. ഒരു 2 സ്പൂണ് മസാല ഇടാം. മസാല ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഒരു ഇച്ചിരി വെള്ളം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല കരിയാതെ ഇരിക്കും. പിന്നെ നമ്മുടെ ഈ മസാല ഇച്ചിരി സ്മൂത്ത് പേസ്റ്റായി മാറും. അപ്പോൾ അത് ഇങ്ങനെ ഇച്ചിരി വെള്ളം ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഫ്രൈ ചെയ്യുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റില്ലേ, നമ്മൾ എല്ലാ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ച് പേസ്റ്റ്, ആ പേസ്റ്റ് ഇതിലോട്ട് ഇടാം. ആ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ആക്കാം. ഇനി നമുക്ക് ഈ പേസ്റ്റ് നല്ലപോലെ ഫ്രൈ ചെയ്ത് എണ്ണ തെളിയുന്ന വരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇച്ചിരി ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റേർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നല്ലപോലെ മിക്സാക്കി ഇപ്പം നല്ല കളറൊക്കെ മാറി നല്ലപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ നമ്മൾ കുതിർന്ന് വെച്ച് റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഇനി വെള്ളം ഇടുവാൻ പോവുക. 3 കപ്പ് റൈസ്ക്ക് ഒരു 5 കപ്പ് വെള്ളം എടുക്കുക. നമ്മളിത് കുതിർന്ന് വെച്ച് കാരണം 5 കപ്പ് വെള്ളം മതിയാവും. അപ്പോൾ 5 കപ്പ് വെള്ളം ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കുക. ഇനി ഇതിൽ നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. ഒരു സിമ്പിൾ ചെറിയ നാരങ്ങ എടുത്ത് ഒരു നല്ലപോലെ അതിൽ പിഴിഞ്ഞുക. അത് കഴിഞ്ഞ് ഇത് നല്ലപോലെ മിക്സാക്കാം. മിക്സാക്കിയിട്ട് പാകത്തിന് ഉപ്പ്, നമുക്ക് എത്ര ഉപ്പ് വേണം ആ രീതിയിൽ ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇടാൻ പോവുകയാണ്. അതേ രീതിയിൽ നിങ്ങൾക്ക് പാകത്തിന് ഉപ്പിടാം. ഉപ്പിട്ട് മിക്സാക്കാം. ഇനി ഞാനൊരു സീക്രട്ട് പറയാൻ പോവുകയാണ്. ഈ അടിപൊളി നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചിങ്ങനെ ഇടാം. അത് കഴിഞ്ഞ് നല്ലപോലെ മിക്സാക്കാം. ഇങ്ങനെ ചെയ്താൽ റൈസിൽ മുട്ടേൻ്റെ നല്ല ഫ്ലേവറും ടേസ്റ്റും വരും. അപ്പം നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായി മാറും. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ബോയിൽഡ് എഗ്ഗ് ഇടുക. ഞാനൊരു 4 എഗ്ഗ് എടുക്കുകയാണ്. നിങ്ങൾ എത്ര വേണം അങ്ങനെ എഗ്ഗ് ഇട്ടാൽ മതി. അപ്പോൾ ഈ 4 മുട്ട ഇതിലിട്ട് ഇതിലും നല്ലപോലെ ഇച്ചിരി മിക്സാക്കി കൊടുത്ത് ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഇച്ചിരി മല്ലിയിലയാണ്. മല്ലിയിലേൻ്റെ കൂടെ നമ്മൾ സൈഡിൽ ഫ്രൈ ചെയ്ത് വെച്ച് ബിരിയാണിക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ഒനിയൻ വെക്കില്ലേ, ആ സവോള ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് ഒരു 2 സ്പൂണ് നെയ്യ് ഇതിലിട്ട് കൊടുക്കാം. തീർന്ന് നമ്മുടെ പരിപാടിയെല്ലാം ക്ലീനായി. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് കുക്കർ ക്ലോസ് ചെയ്യാം. ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കും, പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിക്കും. അങ്ങനെ 2 വിസിൽ അടിച്ചാൽ മതി. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എത്ര ടെംപ്റ്റിംഗ് ആണ്. കറക്റ്റായി ഒരു ബിരിയാണീൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഫ്ലേവറും നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആദ്യം നമ്മൾ ഈ മുട്ട വെച്ച് മാറ്റി വെക്കുക. കാരണം മുട്ട വെച്ച് നമ്മൾ മിക്സാക്കി അത് മുട്ടയെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ മുട്ട നമ്മളിങ്ങനെ 4 മുട്ട എടുത്ത് മാറ്റി വെച്ചേക്കാം. അത് കഴിഞ്ഞ് ഈ ബിരിയാണി നല്ലപോലെ മിക്സാക്കാം. അപ്പോൾ ഈ റൈസ് നല്ലപോലെ മസാലയിൽ മിക്സായി വരും. അപ്പോൾ നമ്മൾ കാണാൻ തന്നെ എത്ര ഭംഗിയുണ്ട്. അത് ഈസി ആയിട്ട് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കാം. പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനോ അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.